ചില ആൾക്കാരെ വിചാരം എന്ന് പറഞ്ഞാൽ ഒ ടി ടിയിൽ സിനിമ എടുത്ത് എല്ലാ സിനിമയും ഒ ടി ടി കച്ചവടമാവുന്ന. അപ്പൊ ഈ അറിയാത്തവരൊരു ശ്രദ്ധയ്ക്ക്, അതായത് ഈ അറിയാത്തവരാരെന്ന് പറഞ്ഞാല് സീക്രട്ട് ഏജന്റ് ഒക്കെ അവിടെ ഇരുന്ന് പറയും ഈ ഒ ടി ടിയിലേക്ക് വാടക കിട്ടും, റെന്റ് കിട്ടും, എന്ത് കിട്ടും, തേങ്ങ കിട്ടും എന്നൊക്കെ. ഒ ടി ടിയിലെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാമല്ലോ, ഒ ടി ടിയിൽ സിനിമയൊക്കെ നല്ലതാണെങ്കിൽ അവർ എടുക്കുകയൊക്കെ ചെയ്യില്ലെന്ന് ഒരിക്കലും പറയുന്നില്ല, പൈസ കിട്ടിയൊക്കെ ചെയ്യും. ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ അറിയുക. ഒരു സിനിമ എത്ര വലിയ സൂപ്പർ ഹിറ്റ് അപ്പാണ്, അതിന് മുന്നേ തന്നെ പൈസ കിട്ടുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 2-3 ആർട്ടിസ്റ്റുകൾ അല്ലാതെ, അതായത് മോഹൻലാൽ മമ്മൂട്ടി പോലെ ഉള്ള ഒരു ആർട്ടിസ്റ്റിന് അല്ലാത്തവർക്ക് ആർക്കും ഈ മുൻകൂട്ടി പൈസ കൊടുക്കത്തില്ല. അഥവാ അവർക്ക് പറഞ്ഞാൽ തന്നെയും ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് എക്സാമ്പിൾ വെച്ചിട്ട് ബഡ്ജറ്റ് ഒരു 10 കോടി രൂപ പറയുകയാണെങ്കിൽ അത് അവർ പറയുന്നത് 2 കോടി രൂപയ്ക്കായിരിക്കും ഒ ടി ടി മുന്നേ പറയുന്നത്. അപ്പൊ അവർ എന്തായാലും പ്രൊഡ്യൂസർ കൊടുക്കത്തില്ല, കാരണം കൊടുക്കാൻ പറ്റില്ല, കാരണം ബാക്കി 8 കോടി രൂപ പിടിക്കാനുണ്ട്, തിയേറ്ററിൽ നിന്ന് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. അതായത് ഇവർ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ തിയേറ്ററിനകത്ത് ഓടുന്ന അനുസരിച്ചിട്ടാണ്, നല്ല പടം അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ 10 കോടി തന്നെ എടുക്കാൻ അവർ തയ്യാറാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ കണ്ട പടം എല്ലാം എടുത്തു വെച്ച് ഒ ടി ടിയിൽ എടുക്കുമെന്ന് പറഞ്ഞ കുറെ പ്രൊഡ്യൂസർമാർ പുതിയതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ യഥാർത്ഥത്തിലില്ല. ഇപ്പം പ്രശസ്തമായ 2-3 പടങ്ങളുടെ അവസ്ഥ തന്നെ, ഞാൻ ആ പടം എന്താന്ന് പറയുന്നില്ല, നമ്മുടെ സൗഹൃദങ്ങളുള്ള പടങ്ങൾ തന്നെയാണ്. അത്യാവശ്യം ഓടുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങിയ പടങ്ങളൊക്കെ ഉണ്ട്. ഈ പടങ്ങൾ പോലും ഇപ്പൊ എടുക്കാത്തെന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിന്റെ റെസ്പോണ്ട് അനുസരിച്ചാണ്. റെസ്പോൺസ് ഇല്ലെങ്കിൽ പോയി തകർന്ന് തരിപ്പണമായി. ഒ ടി ടിക്കാർക്കും വേണ്ട, ആർക്കും വേണ്ട, വളരെ തുച്ഛമായ പൈസ പറയത്തുള്ളൂ. ഈ പറയുന്ന പോലെ ഈ കാറിനകത്ത് ഇതിനകത്ത് റിവ്യൂ പറയുന്നത് എല്ലാവരും നമുക്ക് കുറ്റം പറഞ്ഞില്ല. ഈ റിവ്യൂ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ പൈസ എന്ന് പറഞ്ഞ സാധനം നിർബന്ധം ഉണ്ട്. പൈസ അന്നില്ലേ കാണിച്ചു തരാം, മതിയല്ലോ, കാണിച്ചു തന്നില്ലെങ്കിൽ തീർന്നു കാര്യം. ഈ റിവ്യൂ കേട്ടിട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഓരോരുത്തർ പറയാം നല്ല പടം ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാണുമെന്ന്. അപ്പൊ എക്സാമ്പിൾ അവരെല്ലാം വെക്കുന്ന വാഴയെ പോലെ പടങ്ങൾ. ഈ വാഴയെ പോലെ ഉള്ള പടങ്ങൾ ഏകദേശം ആശ്ര എന്നൊരു വ്യക്തിയെ മുൻകൂട്ടി വാഴ 1 കാണിച്ചപ്പോൾ തന്നെ ഉണ്ടായതും പിന്നെ അവന്റെ റീൽസിനെ കണ്ട് അത്ര ഹൈപ്പാണ്. ഏതെങ്കിലും പുതിയ നടനാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇത്ര കളക്ഷനത്തിലോ തേങ്ങയും വരത്തില്ല. അതെല്ലാവർക്കും അറിയാം. അവന്റെ വാല്യൂ, ആശ്ര എന്ന് പറഞ്ഞ വ്യക്തിയുടെ വാല്യൂ കൊണ്ട് തന്നെയാണ് ആ പടം അത്രയും കയറിയത്. പിന്നെ നല്ല സാധനമാണ്. എത്രയോ വാഴ പോലെ അറിയാത്ത എത്രയോ സിനിമകളുണ്ടെന്നറിയാവോ, ആരും കാണാതെയും പോയത് നല്ല പടങ്ങളുണ്ട്. ഒ ടി ടിക്കകത്ത് അവർ വളരെ നിസാരപ്പെട്ട പൈസക്ക് എന്റെ അടുത്ത് ഒ ടി ടിക്കകത്ത് ഓരോന്ന് ചെറിയ വിൽക്കാൻ വരുമ്പം എന്തെങ്കിലും കിട്ടിയാമെന്ന് പറഞ്ഞു ആ പടം കണ്ടു നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലതെന്ന് പറയുന്നില്ല, നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മുതലെങ്കിലും കിട്ടിയാനെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടങ്ങൾ, ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ ആരും തിരിഞ്ഞു നോക്കാത്ത പടങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് വിമർശിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ ഞാനിത് ഒ ടി ടിയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞു എല്ലാ പടവും ഒ ടി ടി എടുക്കാറില്ല സുഹൃത്തുക്കളെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കുക, അത് കണ്ടിട്ട് പ്രൊഡ്യൂസർമാരുടെ അടുത്തൊക്കെ ഡയറക്ടർമാർ ഒ ടി ടിക്ക് അത് ഇത്ര കിട്ടും അത്ര കിട്ടും, അതങ്ങനെ സംഭവമേ ഇല്ല. ഒ ടി ടി എന്ന് പറഞ്ഞ സാധനം ഹിറ്റ് ആവുന്ന പടങ്ങൾക്ക് മാത്രമായിട്ട് പൈസ കൊടുക്കത്തുള്ളൂ. മാറ്റുകാക്കെന്ന് പറഞ്ഞാൽ 4-1 5-1 മാത്രമേ 10 കോടി പടത്തിന് 1 കോടി രൂപയും 2 കോടി രൂപയൊക്കെ പറയുള്ളൂ. അപ്പൊ ഓക്കെ, ശരി.